പിതുരയിൽ ആദിവാസി യുവാവിന്റെ മരണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത് മൂലമെന്ന് പരാതി. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാഞ്ഞിരുന്നതാണ് ജീവൻ രക്ഷിക്കാൻ ആകാതിരുന്നതെന്നാണ് ബന്ധുക്കളുടെ പരാതി. അതേസമയം ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സിജോ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സിജോ, ഇത് എന്താണ് പരാതി? പരാതിയിൽ കഴമ്പുണ്ടോ? അതായത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം, 2:30 സംഭവം. വിതുര സ്വദേശിയാണ് ബിനുവിനെ വിളിച്ചെന്ന് ആസിഡ് കഴിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് ഒരു ബന്ധുക്കൾ വിതുരയിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസിൽ ബിനുവിനെ കൊണ്ടുവരുന്നതിനിടെ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെന്ന ആരോപണം ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് തങ്ങൾ ഈ ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം 108 ആംബുലൻസ് ആണ് അവിടെ ഉള്ളത്. അത് വളരെ കാലപ്പഴക്കം ചെന്ന ഒരു ആംബുലൻസ് ആണ്. അതിന്റെ ടയർ പോലും പരുവത്തിലുള്ള ഒരു ആംബുലൻസ് അല്ല. അത് ഓടുന്നതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധിക്കാനിടെയാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഇങ്ങനെ ഒരു രോഗിയെ കൊണ്ടുപോകാൻ വരുന്നത്. അപ്പോൾ ആ രോഗിയെ ആംബുലൻസ് കടത്തിവിടുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള മാർഗതടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഈ രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് പിന്നാലെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഇവരോട് പറഞ്ഞത് കുറച്ചുകൂടി നേരത്തെ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് പറയുന്നത്. ഇവർ തടഞ്ഞതിനെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള ഒരു ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരും വളർത്തുന്ന ബന്ധുക്കളും പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ വാഹനം തടഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മൾ ലോജിക്ക് ചിന്തിക്കുമ്പോൾ ആംബുലൻസ് ഈ അതീവ ഗുരുതാവസ്ഥയിലുള്ള ഒരു രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ബന്ധുക്കൾ ആരോപിക്കുന്നതും ഇത്തരത്തിൽ തടഞ്ഞിട്ടു എന്ന് തന്നെയാണ്. വ്യക്തമായ അന്വേഷണത്തോടെ മാത്രമേ എന്താണ് സത്യത്തിൽ തടഞ്ഞിട്ടിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനിടെ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് രോഗിയെ കൊണ്ടുവരുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. ശരി.